അയോധ്യ ക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിനു മുന്നേ, അതായത് ഈ പൂജാരിമാരും ഒക്കെ തട്ടിക്കൊണ്ടു പോയിട്ടുള്ള, മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ മുന്നേ 5 കോടിയുടെ ഒരു വലിയ കൊള്ള അവിടെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് രാമചരിതമാനസ്, സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ട ഈ രാമചരിതമാനസും അവിടെ നിന്ന് മോഷണം പോയി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ സർ പുറത്തു വരുന്നത്. ഈ രാമചരിതമാനസ് എന്ന് പറയുന്നത് ഒരു 16-ാം നൂറ്റാണ്ടിലെ ഒരു ബുക്കാണ്. അത് വളരെ പ്രശസ്തമായിട്ടുള്ള ആവാദി എന്ന് പറയുന്ന ഒരു ഹിന്ദിയുടെ ഉപലിപിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ബുക്കാണ്. അത് ഗോസ്വാമി തുളസിദാസ് എന്ന് പറഞ്ഞ ആളാണ് അത് എഴുതിയിട്ടുള്ളത്. അത് ആലേഖനം ചെയ്തിട്ടുള്ള ഒരു വലിയ സ്വർണത്തിന്റെയും മറ്റു ലോഹങ്ങളും ഒക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ശില്പം. അതാണ് യഥാർത്ഥത്തിൽ 140 കിലോ കോപ്പറും ഏതാണ്ട് 5 മുതൽ 7 കിലോഗ്രാം വരെയൊക്കെ വരും എന്ന് പറയണം. പക്ഷെ 151 പവൻ എന്തായാലും അതിനകത്തുണ്ട്. അത് 24 ക്യാരറ്റ് ഗോൾഡാണ്. ആ ഗോൾഡ് അടങ്ങിയിട്ടുള്ള ഈ പറഞ്ഞ ലിപി ഇത് കൊടുത്ത ആളെ കുറിച്ചാണ് നമ്മൾ അടുത്തത് അറിയേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ രാമക്ഷേത്ര ട്രസ്റ്റിന് സംഭാവന ചെയ്ത ആള് ഇത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവൻ കൊടുത്തിരുന്നു. അത് ആരാണെന്ന് കൂടി അറിയണം. അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. 1970 ബാച്ചില് ഇന്ത്യയുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ലക്ഷ്മി നാരായണൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ സംഭാവന കൊടുത്തിരുന്നത്. ആ സംഭാവന കൊടുത്ത സാധനം ആ രാംലല്ലയുടെ അടുത്ത് തന്നെ വെക്കുമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിനോട് മേടിച്ചേക്കണം. രാംലല്ലയുടെ അടുത്തില്ല, അവിടെ സാധനം കിട്ടിയിട്ടുമില്ല. നമ്മുടെ ചമ്പൽ കൊള്ളക്കാരൻ ചമ്പത്രായോട് ചോദിക്കുമ്പോ, അതായത് VHPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും ക്ഷേത്ര ട്രസ്റ്റിന്റെ അധിപനുമായിട്ടുള്ള ചമ്പത്രായോട് ചോദിക്കുമ്പോൾ ചമ്പത്രായി പറഞ്ഞത് നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി ചോദിക്കുന്നതാണ്. റെസിപ്റ്റ് പോലും പുള്ളി കൊടുത്തിട്ടില്ല. ഇനി ഇത് നിഷേധിക്കാനും പറ്റൂല. അതാണ് ഇതിന്റെ അടുത്ത കാര്യം. അതെന്താണെന്നറിയാമോ താങ്കൾക്ക്? അതടുത്ത കാര്യം എന്താ വെച്ചാൽ, ഇത് ഓർഗനൈസർ എന്ന് പറയുന്ന RSSന്റെ മുഖമാസികയുണ്ട്. ആ മുഖമാസികയിൽ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇദ്ദേഹം ഇത് കൊടുത്തു, അദ്ദേഹം വലിയൊരു ഡിവോട്ടി ആണ് എന്ന് മാത്രമല്ല, നോട്ട് ഓൺലി എ ടെസ്റ്റമെന്റ് ഓഫ് എ നാരായൺസ് ഡിവോഷൻ, അതായത് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ അർപ്പണമനോഭാവത്തിന് മാത്രമല്ല, but also a demonstration of his commitment to preserving and promoting the cultural and religious heritage of the country എന്നാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പാരമ്പര്യവും റിലീജിയസ് ആയിട്ടുള്ള ഹെറിറ്റേജും ഒക്കെ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ അദമ്യമായിട്ടുള്ള താല്പര്യവുമാണ് കാണിക്കുന്നത് തന്നെയാണ്. അപ്പൊ ഇത് കൊള്ളയടിച്ചവൻ എന്താ കാണിച്ചേക്കുന്നത്? ഇതൊന്നും അവന് ബാധകമല്ലെന്നും അവൻ യഥാർത്ഥത്തിൽ എന്താണ് ഈ പറഞ്ഞ സ്വർണം കൊള്ളയടിക്കുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പൂജാരിമാരൊക്കെ കയ്യിൽ ചുരുട്ടി കാശും വെച്ചിട്ട് പോണതും മറ്റേ 50 കോടിയുടെ ഓട്ടോറിക്ഷ ഡ്രൈവർ മറ്റേ യാദവ് ടിന്നു യാദവ് മോട്ടിക്കുന്നതൊക്കെ കണ്ടു. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് അവര് മാത്രമല്ല. കാരണം അവര് മാത്രമാണെങ്കിൽ ഈ പറയുന്ന VHPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ട്രസ്റ്റിന്റെ അധ്യക്ഷനെ വിളിക്കുമ്പോഴത്തേക്കും അയാള് വേറെ ആരുടെങ്കിലും പോയി ചോദിക്കാൻ പറയുമോ? ഇല്ലല്ല, അയാള് ഇത് അന്വേഷിക്കൂലേ? അപ്പൊ അയാളും ഒക്കെ ഈ കളവിന്റെ ഭാഗമാണെന്ന് അതിന്റെ തെളിവായിരിക്കണേണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? ഇയാളെന്ന് പറഞ്ഞാൽ നിസാര വിശ്വാസിയല്ല, ഇയാള് ഭയങ്കരമായ വിശ്വാസിയാണ്. അതായത് ഇയാളുടെ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ തന്നെ അവിടെയുള്ള ഡൽഹിയിലെ ബിർള ടെമ്പിളിൽ ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥിക്കുമ്പോൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് എഴുതിയേക്കണം. കൃത്യമായിട്ട് എഴുതി വെച്ചേക്കണം. അയാളുടെ സെന്റൻസ് എന്ന് വെച്ചാൽ ഫ്രിവൻലി പ്രേഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ തീഷ്ണമായി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വലിയ ഭക്തയായിരുന്നു അമ്മ തന്നെ. അപ്പൊ അമ്മ കൊച്ചി ജനിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ആൺകുട്ടിയാണെങ്കിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ലക്ഷ്മി നാരായണൻ എന്ന് പേരിടുമെന്ന് പറഞ്ഞ് ഇട്ടതാണ്. അങ്ങനെ ജീവിതത്തിൽ എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്നത് ദൈവമാണ്, അതുകൊണ്ട് ഞാനിത് തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യമാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറി. അപ്പൊ അയാൾക്ക് പോലും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇവന്മാര് കള്ളം പറയുന്നത് അയാളെ പോലും പറ്റിച്ച്, വിശ്വാസവും മറ്റേതും കാണിച്ച് അയാളെ പോലും പറ്റിച്ച്. അയാളിപ്പോ പരാതിയായിട്ട് നടക്കണേണ്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. നിസ്സാര കാര്യമല്ല. ഇതില് 10,902 വാക്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ സ്വർണ്ണ ലിപികളിൽ ഇതിനകത്ത് ആലേഖനം ചെയ്തു വെച്ചേക്കണേ ഈ പുസ്തകത്തില്. ഈ പുസ്തകത്തെ കുറിച്ച് അറിയപ്പെടുന്നത് രാമചരിതമാനസ് എന്നുണ്ടെങ്കിൽ ഒരു വിശുദ്ധ ഗ്രന്ഥം എന്നുള്ള നിലക്ക് ഉത്തരേന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ഒരുപക്ഷെ ബൈബിൾ ഓഫ് ഉത്തരേന്ത്യ എന്ന് പലപ്പോഴും പ്രശംസിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. അതായത് ആ ഗ്രന്ഥത്തിനെ കുറിച്ചൊന്നും ഇവർക്ക് യാതൊരു ഇതറിയില്ല. കാരണം ഇവര് കാണുന്നത് മറ്റേ സ്വർണം മാത്രമാണ്. മനസ്സിലായ? ഇവര് കള്ളക്കെടുത്തുകാരാണ്. അതുകൊണ്ട് ഇവരെ ഇതിന്റെ പുറകിലൊന്നും ആളില്ലാതെ ഇത്ര വലിയ കാര്യം നടക്കില്ല.
എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോ നാളെ പ്രജിതനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കേരളത്തിലെ DGP കൊണ്ടുവന്നിട്ട് പറയുന്നത് ഈ പേഗ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് പ്രജിത അടിച്ചു മാറ്റണമെങ്കിൽ പ്രജിതക്ക് എന്തോരം കരുത്ത് വേണം, ഇല്ലേ? ശരിയല്ലേ? നമ്മൾ പറഞ്ഞത് DGP കൊണ്ടുപോയിട്ട് പറഞ്ഞത് ഈ ഓഫീസിൽ തന്നെ കയറിയിട്ട് പ്രജിത DGP പറഞ്ഞത് ഈ ബാഗ് ഒന്ന് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ കേരളത്തിന്റെ DGP ആണ്, ഞാൻ ഇപ്പൊ പോയിട്ട് വരാന്ന് പറയുമ്പോഴത്തേക്ക് പ്രജിത അത് അടിച്ചു മാറ്റണമെന്ന് പറഞ്ഞാൽ പ്രജിത അത്രയും വലിയ ക്രിമിനലായിരിക്കും. കാരണം അല്ലെങ്കിൽ ഇവന്റെ അടുത്ത് അടിച്ചു മാറ്റണ്ട, നമുക്ക് അപ്പുറത്തെ വേറെ ആരുടെയെങ്കിലും ഭാസ്കരൻ നായരോ അല്ലെങ്കിൽ വേലായുധ പണിക്കരോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാമനോ അല്ലെങ്കിൽ ലക്ഷ്മണനോ വേറെ ഈ പറയുന്ന പോലെ ജീസസോ വേറെ ആരുടെയെങ്കിലും അടിച്ചു മാറ്റാന്ന് വിചാരിക്കും, ഇല്ലേ? ഇവരെങ്കിലും നമ്മൾ വെറുതെ വിടും, ഇല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞ? ഇപ്പൊ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ ഗുണ്ട പോലും അവൻ ആക്രമിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ഒരു പോലീസ് DYSP വന്നിറങ്ങുന്ന പറയുമ്പോൾ അവൻ ആക്രമിക്കൂല. ആ DYSPനെ ആക്രമിച്ചു അയാളെ ഷൂട്ട് ചെയ്ത് രക്ഷപ്പെടണമെങ്കിൽ അവൻ മനസ്സിലായി. അതിപ്പോ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ബോംബെയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ ദാവൂദ് ഇബ്രാഹിമിനെ ഗ്യാങ് ഒക്കെ ആയിട്ട് ഏറ്റുമുട്ടി ടുഷു. കാരണം അവന് പ്രശ്നമല്ല, അവൻ DYSP പ്രശ്നമില്ല, SP പ്രശ്നമില്ല, ആരും പ്രശ്നമില്ല. അപ്പൊ അതേപോലെയുള്ള കൊള്ളക്കാരാണ് ശരിക്കും ചമ്പൽ കൊള്ളക്കാരെന്ന് ഇവര് പറയരുത്. ഇവര് മറ്റേ ഇന്റർനാഷണൽ കൊള്ളക്കാരാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, 5 കോടി രൂപ വില മതിക്കുന്ന ആ സാധനം ഇതുവരെ കാണാനില്ല. എന്നുള്ള സാധനം അങ്ങോട്ട് പോലും എത്തിയിട്ടില്ലെന്ന് പറയണം. ഇപ്പൊ പരാതിയുമായിട്ട് ഈ ലക്ഷ്മി നാരായണൻ വന്നേക്കുകയാണ്. പുള്ളിക്കെങ്കിലും ഒരു സത്യം മനസ്സിലായി, ദൈവം ഇത്രയും കാലം ഇനി ഈ പുള്ളിയൊക്കെയാണ് ഇന്ത്യയുടെ സുരക്ഷ നോക്കിക്കൊണ്ടിരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്നു. അപ്പൊ പുള്ളിനേക്ക് ഇത് പറ്റിക്കാൻ പറ്റുമെങ്കിൽ പുള്ളിയൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇരിക്കുന്നത്. ഇനി പുള്ളി വളരെ ലളിത ജീവിതം ജയിച്ച വളരെ മര്യാദക്കാരനായി ജീവിച്ച ഒരു മനുഷ്യനാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അത് ശരി തന്നെ. 1970 ബാച്ചുകാരനാണ് പുള്ളി, മധ്യപ്രദേശിൽ നിന്നുള്ളതാണ്. ഇതൊക്കെ ശരി തന്നെ. പക്ഷെ പുള്ളിയായിരുന്നു ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി. അപ്പൊ ആ ആഭ്യന്തര സെക്രട്ടറിയെ പോലും പറ്റിക്കാൻ പറ്റുന്ന അഭിനയം ഒരു കാഴ്ചവെച്ചു. ആഭ്യന്തര സെക്രട്ടറി താങ്കൾ അറിയേണ്ടത്, ഇപ്പൊ കേരളത്തിന്റെ ആഭ്യന്തര സെക്രട്ടറി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ DGPയുടെ മുകളിലാണ്. ഇപ്പൊ എന്തായിരിക്കും? എന്നിട്ട് അയാൾ കൊടുത്തൊരു സാധനമാണ് ഒരു മഴയില്ലാതെ. എന്നിട്ട് അയാൾ 10-50 തവണ ഇവരെ വിളിച്ചിരുന്നു. അപ്പൊ ഇവർക്കത് കൂസലൊന്നുമില്ല. ഏത് എന്നാലെങ്കിലും ദൈവം അയാളിങ്ങനെ അന്വേഷിക്കണ്ടല്ലോ, ഇനി വല്ല പരാതിയായിട്ട് പോകുന്നുള്ള ടെൻഷൻ ഒന്നും ഇവർക്കില്ല. അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ചോദിക്കും. ഈ കൊടുത്തത് ഇവിടെ, പിന്നെ വേറെ പോയി ചോദിക്കാൻ അപ്പുറത്ത് വീട്ടിൽ പോയി ചോദിക്കാലോ, എന്റെ മറ്റേ രാമചരിത മനസ്സ് കിട്ടിയാന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും താൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാ ഇല്ല, പിന്നെ താനത്തിന് ഇങ്ങോട്ട് വന്ന് ചോദിക്കും. അതെ സാർ, ഇത് കൊടുത്തിട്ട് 2024 അദ്ദേഹം ഇത് കൊടുക്കുന്നത്. ഇത് രാംലാലയുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല. 2024 ക്ഷേത്രം എന്ത് ചെയ്തത്, ആരംഭിക്കുന്നത്, പ്രതിഷ്ഠ നടത്തുന്നത്. ആരാ പ്രതിഷ്ഠ നടത്തിയത്? അവിടെ ശരിക്കും പറഞ്ഞാൽ മേജർ പൂജാരി എന്ന് പറയുന്നത്, മെയിൻ പൂജാരി എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു, നരേന്ദ്രമോദിയാണ്. പുള്ളിക്കും മിണ്ടാട്ടില്ല. പുള്ളി പ്രത്യേക അവസരങ്ങളിൽ പുള്ളി എന്ത് ചെയ്ത് കളയും, മിണ്ടില്ല പുള്ളി. എന്ന് പറഞ്ഞാൽ പുള്ളി മറ്റേ മണിപ്പൂരിനെ കുറിച്ച് മിണ്ടാൻ പുള്ളി വർഷങ്ങളെടുത്തു. ഇപ്പൊ അതുപോലെ തന്നെ ഇതും സംസാരമില്ല. എന്നിട്ട് പറയുന്നത് ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല. അതിപ്പോ എല്ലാരും പറയുന്ന വാചകമുള്ളൂ. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വന്നിട്ട് പറയോ എല്ലാ കുറ്റവാളികളെയും ഞങ്ങൾ രക്ഷിക്കുമെന്ന് പറയും. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളൊന്നും ചെയ്തില്ല. അപ്പൊ ഇത് നിസ്സാരക്കളവല്ല. ഈ നമ്മൾ പറഞ്ഞ 1300-1500 കോടിയിലേക്ക് ഇത് പെട്ടിട്ടില്ല. രാമൻ ശരിക്കും പറഞ്ഞ രാമൻ ദൈവം ഉണ്ടെങ്കിൽ ദൈവം ഇറങ്ങി ചാട്ടവാറിനടിക്കൂല. പണ്ട് മറ്റേ ജീസസ് ചാട്ടവാറെടുത്തെന്ന് പറഞ്ഞ പോലെ അവര് ചാട്ടവാറിനടിച്ചെഴുതി. രാമനാകുമ്പോ മറ്റേ അമ്പൈ ഓടിയത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ എത്തിയിസ്റ്റിന്റെ സമ്മേളനം നടത്താം നമുക്കവിടെ. കാരണം ഇവരൊക്കെ കൂടിയാൽ മതി. 100-500 പേരുണ്ടോ ഏറ്റവും കൂടുതൽ. ചമ്പത്ത് റായ് ഒന്ന് ആലോചിച്ചു. VHP അവരെയാണ് നമ്മളെല്ലാം ഉദ്ധരിപ്പിച്ച് എന്ത് ചെയ്തത്, നിങ്ങൾക്ക് വിശ്വാസം പോരെന്നോ നിങ്ങൾ വിശ്വാസിയാണെന്നോ അല്ലെന്നോ നിങ്ങളുടെ വിശ്വാസം കുറവുണ്ടെന്നോ കൂടുതലുണ്ടെന്നോ ഒക്കെ തീരുമാനിക്കുന്നത് ഇവരെ. ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു ബിലീഫർ അദ്ദേഹം യഥാർത്ഥത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി 1970 IAS ബാച്ചുകാരൻ മധ്യപ്രദേശിൽ നിന്നുള്ള ഒരാൾ. അയാളുടെ അനുഭവത. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇവർ എങ്ങനെ പറ്റിച്ചെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ബാക്കി ഒരുപാട് ദൃശ്യം നമ്മൾ കണ്ട് അവിടെ നിന്ന് മറ്റേ കാശടിച്ചിട്ടുള്ള ഇത് ചെറിയ കളികളല്ല, വലിയ കളികള്. സത്യത്തിൽ എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ രാമൻ അവിടെ നിന്ന് പോയിട്ട് വേറെ എവിടെയെങ്കിലും അമ്പലത്തിൽ ഇരിക്കണ്ടാവും പുള്ളി. കാരണം ഇവിടെ നിന്ന് രക്ഷപ്പെടാനേ. കാരണം പോണ പോക്കിന് പുള്ളിനെ. പിന്നെ ഇങ്ങനെ ഒരു സംഭവത്തിന്റെ വില ഇപ്പൊ 5 കോടി എന്ന് പ്രജിത പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതിന്റെ വില 5 കോടി ആയിരിക്കും. ഇതിപ്പോ 50 കോടിയോ 500 കോടി കൊടുത്ത് മേടിക്കാൻ ആളുണ്ടാവും. കാരണം എന്താ,
ഈ രാംചരിതമാനസ് എന്ന് പറയുന്ന 16-ാം നൂറ്റാണ്ടിൽ 1574 കണ്ടു എഴുതിയിട്ടുള്ള ഒരു ബുക്കാണിത്. ആ ബുക്ക് ബൈബിൾ ഓഫ് ഉത്തരേന്ത്യ എന്നറിയപ്പെടുന്ന ആളുകൾക്ക് വലിയ വിശ്വാസമുള്ള ഒരു ബുക്ക്. ആ ബുക്ക് ഇത്തരത്തിൽ ആലേഖനം ചെയ്തുകൊണ്ട് സ്വർണ്ണ ലിപികളിൽ, അതും 24 ക്യാരറ്റിലും 140 കിലോ കോപ്പറും ഒക്കെ അടങ്ങിയിട്ടുള്ള വലിയ ഒരു കാര്യം അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ വിലയല്ല ഉള്ളത്. കാരണം ഇത് നേരത്തെ ശബരിമലയുടെ കേസിൽ പറഞ്ഞ പോലെ ഇത് രാമക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ മൂല്യം ഒന്നുകൂടി കൂടും. കൂടുമില്ലേ? ഒരു വിശ്വാസിക്ക് അതിന്റെ മൂല്യം വിലമതിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഇത് എവിടെ പോയി അവസാനിക്കും? ഇതുപോലെ നമുക്ക് ചില മോശം കാര്യങ്ങളിലൊക്കെ മൂല്യം കൂടാറുണ്ടല്ലോ. ഇപ്പൊ സിൽക്ക് സ്മിത്ത് കടിച്ച ആപ്പിള് 84,000 രൂപ വിറ്റുപോയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ എത്ര രൂപ വിറ്റു? ഒരു ആപ്പിളിന് എന്തായാലും 84,000 രൂപ ഇല്ലല്ലോ. സത്യം പറഞ്ഞ എറണാകുളം മാർക്കറ്റിൽ ചെന്ന് ഒരു ആപ്പിൾ എടുത്ത് കടിച്ചോട്ടെ എന്ന് വെച്ചപ്പോൾ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പൊ അതല്ല, സിൽക്ക് സ്മിത്ത് കടിച്ച ആപ്പിളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളത് വേറെ പ്രശ്നം. അപ്പൊ ആ ലെവലിൽ നമ്മൾ ഗാന്ധിജിയുടെ പഴയ കന്നഡ ഇതൊക്കെ ഇതുപോലെ വലിയ ഓപ്ഷനിൽ വെക്കുന്ന കാര്യമാണ്. കാരണം ഗാന്ധിജിയുടെ കന്നഡയുടെ മെറ്റീരിയൽ കോസ്റ്റ് അല്ലേ ഉള്ളത്. അപ്പൊ ഈ സാധനത്തിന് എത്ര രൂപ വരും? ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പൊ നമ്മുടെ മനുഷ്യരായിട്ടുള്ള ആളുകളുടെ കാര്യം. ദൈവത്തിന്റെ കാര്യത്തിന് അതിനേക്കാൾ വില കൂടുമല്ലോ. ഇത് എവിടെയാണ് സാധനം ഇത്? പക്ഷെ എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾക്കോ ബാക്കിയുള്ളവർക്കോ ഗവൺമെന്റിനോട് ചോദ്യമില്ല. ഇതിപ്പോ ഒരാൾ പുറത്തേക്ക് വന്ന ആരാണ്? ആഭ്യന്തര വകുപ്പ് മുൻ സെക്രട്ടറിയാണ്. അതായത് അദ്ദേഹം ഏതാണ്ട് 2004 മുതൽ 2006 വരെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്നു. അപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കും?